കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും. മനസ്സിലായോ? ഇതിന് പരിധികളുണ്ട്. മനസ്സിലായല്ലോ? പരിധികളുണ്ട്. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക. ആന കയറി താന്തേലാടിയെ കാണിക്കാൻ തുടങ്ങിയേക്കുന്നു. പോരാന്ന് പറഞ്ഞ് കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും. മനസ്സിലായോ? നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? എടാ, അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക. ആന വന്നിറങ്ങുന്നത്. എന്നിട്ട് പാവങ്ങളെ എല്ലാം പിടിച്ചോണ്ടെങ്കിൽ പോരുക. എന്നിട്ട് നിങ്ങൾ യഥേഷ്ടം പ്രതിയാക്കുക. എന്ത് ആനം ചെയ്യേ? നിങ്ങൾ കസ്റ്റഡി താണം ചെയ്യേ. നിനക്കെന്താ ഇല്ലാത്ത റോള്? നിനക്കെന്താ റോള്? എന്തിനാ നിന്നെ വിളിച്ചോണ്ട് വന്നേ? ആനക്കെ ആന ചത്തു. നീ എന്ത് ചെയ്തു? അല്ല, എനിക്ക് അങ്ങനെ തീർക്കൊന്നും വേണ്ട. എനിക്ക് ഒരു തന്നെ ഔദാര്യം വേണ്ട. ഇന്നലെ ഇവരെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ വ്യക്തത എടുത്തോളാം. തോന്നിയ ദിവസം നിന്നെ പണിയിപ്പിക്കുന്ന ആരെന്ന് എനിക്കറിയാം. മനസ്സിലായല്ലോ? അതിന് വ്യക്തത വരുത്താം. എടാ, ഇവർക്ക് ആന ചത്തു. ആന ചത്തെങ്കിൽ അതിനെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി റിപ്പോർട്ട് വാങ്ങണ്ടേ? ഇലക്ട്രിസിറ്റിക്കാർ പോയി പരിശോധിച്ചു. ഞാൻ അവരോട് സംസാരിച്ചു. ഒരു സാധ്യതയില്ല സാറേ എന്ന് പറഞ്ഞ് അവിടെ കറണ്ട് കൊടുക്കാൻ ഒരു സാധ്യതയില്ലെന്ന്. പിന്നെ എങ്ങാണ്ടൊന്നും ഈ പാവം പിടിച്ചോ? അവൻ ഈ നാട്ടുകാരനല്ലല്ലോ. അവൻ ഇവരെ ഗൗരവം അറിയിക്കണമെന്ന്. നിനക്കൊക്കെ എന്താ പണി? നിനക്കൊക്കെ എന്താ പണി? പോണമെന്നേ. കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചെറിഞ്ഞ കേസിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ KU ജനീഷ് കുമാർ MLA ബലമായി മോചിപ്പിച്ചു. പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത ആളെയാണ് മോചിപ്പിച്ചത്. കൈതകൃഷി പാട്ടത്തിനെടുത്തവർ സോളാർ വേലിയിൽ കൂടിയ തോതിൽ വൈദ്യുതി കടത്തിവിട്ടതാണ് ഷോക്കിന് കാരണമെന്ന് വനംവകുപ്പിന് സംശയമുണ്ട്. ഇക്കാര്യത്തിൽ സ്ഥലം പാട്ടത്തിനെടുത്തയാളുടെ സഹായിയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അയാളെയാണ് MLA ബലമായി മോചിപ്പിച്ചത്.